ഹായ് ഹലോ നമസ്കാരം. ഐ എം റിസ ഫ്രം ഒഡീഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ മുളപ്പിച്ച ഒരു കറിയാണ്. അപ്പോൾ ചെറുപയർ ആദ്യം ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കോരി വെച്ചതാണിത്. ഒരു തവലിലേക്ക് ഇടുകയാണ്. വെള്ളമൊന്നുമില്ലാതെ ഇതുപോലെ ഇട്ടിട്ട് ഒരു ടവൽ കൊണ്ട് നന്നായിട്ട് കെട്ടി വെക്കുക. ഇതുപോലെ ഒരു ടവലിൽ കെട്ടി വെക്കണം. അപ്പം നമ്മൾ ഇന്നലെ കെട്ടി വെച്ച ചെറുപയർ മുളപ്പിക്കാൻ വെച്ചതാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഒരു ടവലിൽ കെട്ടിവെച്ചാലാണ് ഇത് ഇത്രയും ഭംഗിയായി മുളച്ച് വരിക. ടിഫിൻ ബോക്സിൽ വെച്ചാൽ ഇത്രയും മുളയ്ക്കാൻ സാധ്യതയില്ല. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രഷറിൽ ഒരു വിസിലിൽ ഇത് വേവിച്ചെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം, വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം. ഇത്രയും വിസിൽ വേവിക്കാം. ഇത് അരക്കാനുള്ള അരപ്പിന് തേങ്ങ വേണം. അരമുറി തേങ്ങ, 2 വെളുത്തുള്ളി വേണം. കുറച്ച് ജീരകം, ഒരു നല്ല ജീരകം. ഇത് അരച്ചെടുക്കണം. ചെറുപയർ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞുതരാം. ഒരു ടൊമാറ്റോ അരിഞ്ഞത്, ഒരു ഒനിയൻ, 2 ചെറിയ ചില്ലി, ഒരു കരിവേപ്പില വേണം, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വറവിടാനുള്ള വറ്റൽമുളകും കടുകും. ഗ്യാസ് കത്തിച്ചു, പാൻ വെച്ചു. പാൻ ചൂടായി, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായാൽ ഒനിയൻ ഇട്ടു. ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിനുപുറകെ ചില്ലി ഇട്ടു. കുറച്ച് ഉപ്പിട്ടു. ഒന്നിനൊന്നാവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴന്ന് വന്നു. അപ്പോഴത്തേക്ക് ടൊമാറ്റോ അരിഞ്ഞിടുക. ഇതും കൂടി ഒന്ന് വഴറ്റുക. ടൊമാറ്റോ ഒക്കെ ഒന്ന് വഴന്നു വന്നു. അപ്പോഴത്തേക്ക് കുറച്ച് നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്കൊന്ന് വഴറ്റുക. ടൊമാറ്റോ എല്ലാം നല്ല വഴന്നു വന്നു. ഇനി അരച്ച് വെച്ച് അരപ്പിടാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് തേങ്ങ വേവണം. തേങ്ങയൊക്കെ അരപ്പൊക്കെ നന്നായിട്ട് വേവുന്നുണ്ട്. വെന്തു. 5 മിനിറ്റ് വേവിച്ചാൽ മതി. നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ ഇടുകയാണ്. ചെറുപയറിട്ടു.
വേവിച്ച ചെറുപയറിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി മൂടി വെക്കാം. തേങ്ങ അരച്ച് വെച്ച കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് വറവിടാം. എണ്ണ ഒഴിച്ചു. വറവിടാനുള്ള എണ്ണ മതി. വറ്റൽമുളക് പൊട്ടിച്ച് 2 ഇടുക. കടുക് ഇടാം. നമുക്ക് കടുക് കുറച്ചധികം ഇടുന്നത് എനിക്കിഷ്ടമാണ്. കറിവേപ്പിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എണ്ണയിലിടണം. കുറച്ച് മുളക് പൊടി എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ആ എണ്ണയിലൊന്നും നോക്കുമ്പോൾ നല്ല ടേസ്റ്റും മണവും കളറും ഒക്കെ ഉണ്ടാവും. ഇതാ ഓക്കെയാണ്. എന്താ നമ്മൾ വറവിട്ടത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ചെറുപയർ തേങ്ങ അരച്ച് വെച്ച കറിയാണിത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതാ ഞാൻ ബൗളിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം. അടിപൊളി ചെറുപയർ മുളപ്പിച്ച തേങ്ങ അരച്ച് വെച്ച കറി നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷനിൽ പോയാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അടിപൊളി ഒരു റെസിപ്പിയുമായി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.